PSC എക്സാം സിലബസിൽ എടുത്തു പറയുന്ന ടോപ്പിക്കാണ്, അതായത് കലാരൂപങ്ങളെ പറ്റിയിട്ട്. അപ്പൊ നമ്മൾ കേരളത്തിലെ കലാരൂപങ്ങളെ പറ്റിയിട്ടാണ്, അതായത് കേരളത്തിലെ കലാരൂപമായ കഥകളിയെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങളാണ് PSC എക്സാമിനൊക്കെ ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. കഥകളി, അതായത് കൊട്ടാരക്കര തമ്പുരാനാണ് കഥകളിയുടെ ഉപജ്ഞാതാവായിട്ട് പറയുന്നത്. കൊട്ടാരക്കര തമ്പുരാനാണ് കഥകളിയുടെ ഉപജ്ഞാതാവ്. അതുപോലെ തന്നെ കഥകളിയുടെ ആദ്യ രൂപം അറിയപ്പെടുന്നത് രാമനാട്ടം എന്ന പേരിലാണ് കഥകളിയുടെ ആദ്യകാല രൂപം അറിയപ്പെടുന്നത്. അതിൽ നിന്നാണ് കഥകളി ഉണ്ടാകുന്നത്. കഥകളിയുടെ ആദ്യകാല രൂപം എന്ന് പറഞ്ഞിരിക്കുന്നത് രാമനാട്ടമാണ്. രാമനാട്ടം ആവിഷ്കരിച്ചത് കൊട്ടാരക്കര തമ്പുരാനാണ്. അതുപോലെ തന്നെ കഥകളിയുടെ ഉപജ്ഞാതാവ് ആരാണ്? കൊട്ടാരക്കര തമ്പുരാനാണ്. അതുപോലെ കഥകളിയുടെ സാഹിത്യ രൂപം എന്ന് പറഞ്ഞിരിക്കുന്നത് ആട്ടക്കഥയാണ്. കഥകളിയുടെ സാഹിത്യ രൂപം എന്ന് പറയുന്നത് ആട്ടക്കഥയാണ്. കഥകളിയിലെ പ്രധാന ചടങ്ങുകളാണ്, കഥകളിയില് പ്രധാനമായിട്ടും 8 ചടങ്ങുകളാണ് പറയപ്പെടുന്നത്. അത് ജസ്റ്റ് പേരൊന്ന് മനസ്സിലാക്കി വെക്കുക ഏതൊക്കെയാന്ന്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞിരിക്കുന്നത് കേളിയാണ്. സെക്കൻഡ് വൺ അരങ്ങ് കേളി, തോടയം, വന്ദന ശ്ലോകം, പുറപ്പാട്, മേളപ്പദം, കഥാഭിനയം, ധനാശി. ഇങ്ങനെ 8 ചടങ്ങുകളാണ് കഥകളിയിലൂടെ അവതരിപ്പിക്കപ്പെടുന്നത്. കേളി, അരങ്ങ് കേളി, തോടയം, വന്ദന ശ്ലോകം, പുറപ്പാട്, മേളപ്പദം, കഥാഭിനയം, ധനാശി. ഇങ്ങനെ 8 ചടങ്ങുകളാണ് കഥകളിയിൽ ഉൾപ്പെടുന്നത്. അതുപോലെ തന്നെ കേളി എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ പറഞ്ഞു കഥകളിയിലെ ഒരു ആദ്യത്തെ ചടങ്ങാണ് കേളി. അപ്പൊ അതിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട വാദ്യ ഉപകരണങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ചെണ്ട, ചേങ്കില, മദ്ദളം, ഇലത്താളം എന്നിവയൊക്കെയാണ് കേളി എന്ന് പറഞ്ഞിരിക്കുന്ന ചടങ്ങിൽ ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങൾ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ അരങ്ങ് കേളിയിൽ ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ചേങ്കില, മദ്ദളം, ഇലത്താളം എന്നിങ്ങനെയുള്ള വാദ്യോപകരണങ്ങളാണ് അരങ്ങ് കേളിയിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ 8 ചടങ്ങുകളും ജസ്റ്റ് ഒന്ന് പേരൊന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് കഥകളിയിലെ പ്രധാന വേഷങ്ങളെ പറ്റിയിട്ടാണ്. കഥകളിയിലെ പ്രധാന വേഷങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് പച്ച, കഥകളിൽ പ്രധാനമായിട്ടും 5 വേഷങ്ങളാണ് ഉള്ളത്. പച്ച, കത്തി, താടി, കരി, മിനുക്ക്. ഇതാണ് കഥകളിയിലെ പ്രധാനമായിട്ടുള്ള വേഷങ്ങള്. അതായത് കഥകളിയിലെ പ്രധാന വേഷങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് പച്ച, കത്തി, താടി, കരി, മിനുക്ക് എന്നിങ്ങനെയാണ് കഥകളിയിലെ പ്രധാനപ്പെട്ട വേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ പച്ച എന്ന് പറഞ്ഞിരിക്കുന്ന സാത്വിക സ്വഭാവമുള്ള കഥാപാത്രങ്ങളെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പച്ച വേഷം ഉപയോഗിക്കുന്നത്. എങ്ങനെയാണ്? സാത്വിക സ്വഭാവമുള്ള കഥാപാത്രങ്ങൾ, അതായത് വീരന്മാരായ കഥാപാത്രങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത് ഈ വേഷത്തിലൂടെയാണ്. അതായത് ശ്രീരാമൻ, ലക്ഷ്മണൻ എന്നിങ്ങനെയുള്ള കഥാപാത്രങ്ങൾ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന കത്തിവേഷമാണ്. കത്തിവേഷം എന്ന് പറഞ്ഞിരിക്കുന്നത് രാക്ഷസ സ്വഭാവമുള്ള കഥാപാത്രങ്ങളെ സൂചിപ്പിക്കുന്നതാണ് കത്തിവേഷം എന്നതുകൊണ്ട്. രാക്ഷസ സ്വഭാവമാണ് കത്തിവേഷം. അതായത് രാക്ഷസ സ്വഭാവം എന്ന് പറയുമ്പോൾ രാവണൻ അങ്ങനെയുള്ള കഥാപാത്രങ്ങളൊക്കെയാണ് കത്തിവേഷത്തിൽ വരുന്നത്. അടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്നത് താടിയാണ്. താടി 3 തരത്തിലാണ് താടി വേഷം ഉള്ളത്. അതായത് വെള്ളത്താടി, കറുത്ത താടി, അതുപോലെ തന്നെ ചുമന്ന താടി എന്നിങ്ങനെ 3 തരത്തിലുള്ള താടികളാണ് ഉള്ളത്. അപ്പം വെള്ളത്താടി എന്ന് പറഞ്ഞിരിക്കുന്ന ഹനുമാൻ പോലുള്ള കഥാപാത്രങ്ങളാണ് വെള്ളത്താടി. അതുപോലെ തന്നെ ചുമന്ന താടി എന്ന് പറഞ്ഞിരിക്കുന്ന സുഗ്രീവനാണ്. അതുപോലെ കറുത്ത താടി എന്ന് പറഞ്ഞിരിക്കുന്നത് ദുഷ്ട കഥാപാത്രങ്ങളെ കേന്ദ്രീകരിക്കാനായിട്ടാണ് കറുത്ത താടി ഉപയോഗിക്കുന്നത്. താടി വേഷങ്ങൾ 3 തരത്തിലുണ്ട്: വെള്ളത്താടി, ചുമന്ന താടി, കറുത്ത താടി. അതുപോലെ തന്നെ അടുത്തതായിട്ട് വരുന്നതാണ് കരി. കരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താമസ സ്വഭാവികളായ വനചാരികളെയൊക്കെ സൂചിപ്പിക്കുന്ന കഥാപാത്രങ്ങളാണ് കരി എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ശൂർപ്പണഖ അങ്ങനെ അതുപോലുള്ള കഥാപാത്രങ്ങളാണ് കരിവേഷത്തില് ഉൾപ്പെടുന്നത്. അതുപോലെ നെക്സ്റ്റ് അവസാനമായിട്ട് പറഞ്ഞിരിക്കുന്ന വേഷമാണ് മിനുക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് സ്ത്രീ കഥാപാത്രങ്ങളും അതുപോലെ തന്നെ മുനികളെയൊക്കെ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഇത് ഉൾപ്പെടുന്നതാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത് മിനുക്ക് എന്ന് പറയുന്നത്. അപ്പൊ ക്ലിയർ അല്ലേ? ഈ 5 വേഷങ്ങളും കറക്റ്റ് ആയിട്ടൊന്ന് മനസ്സിലാക്കി വെക്കണം. പ്രധാനപ്പെട്ട വേഷങ്ങള് പച്ച, കത്തി, താടി, കരി, മിനുക്ക് എന്നിങ്ങനെയുള്ള വേഷങ്ങളാണ് കഥകളിയിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാമെന്നും കൂടെ നമുക്ക് നോക്കാം.
ഫസ്റ്റ് വൺ, കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കലാരൂപം എന്താണെന്ന് നമ്മളോട് ചോദിക്കാം. ഓപ്ഷൻസ് തന്നിട്ട് അതായത് കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കലാരൂപം എന്ന് പറയുന്നത് കഥകളിയാണ്. നെക്സ്റ്റ്, ദി ടോട്ടൽ തിയേറ്റർ അല്ലെങ്കിൽ സമഗ്ര നൃത്തം എന്നറിയപ്പെടുന്ന കലാരൂപം ഏതാണെന്ന് നമ്മളോട് ചോദിക്കാം. ദി ടോട്ടൽ തിയേറ്റർ അല്ലെങ്കിൽ സമഗ്ര നൃത്തം എന്നറിയപ്പെടുന്നത് കഥകളിയാണ്. നെക്സ്റ്റ്, നൃത്തനാട്യം എന്നറിയപ്പെടുന്ന കലാരൂപം ഏതാണെന്ന് ചോദിക്കാം. നൃത്തനാട്യം എന്നറിയപ്പെടുന്നത് കഥകളിയാണ്. കഥകളിയുടെ ആദ്യ രൂപം എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതായിരുന്നു? രാമനാട്ടമാണ് കഥകളിയുടെ ആദ്യ രൂപം. അതിന്റെ ഉപജ്ഞാതാവ് എന്ന് പറഞ്ഞിരിക്കുന്നത് കൊട്ടാരക്കര തമ്പുരാനാണ്. അതുപോലെ തന്നെ കഥകളിയുടെ സാഹിത്യ രൂപം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? കഥകളിയുടെ സാഹിത്യ രൂപം എന്ന് പറഞ്ഞിരിക്കുന്നത് ആട്ടക്കഥയാണ്. നെക്സ്റ്റ്, കഥകളിയിൽ ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങൾ അല്ലെങ്കിൽ വാദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മളോട് ചോദിക്കാം. ചെണ്ട, ചേങ്ങില, ഇലത്താളം, ഇടയ്ക്ക, മദ്ദളം എന്നിങ്ങനെയുള്ള വാദ്യങ്ങളാണ് കഥകളിയില് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ കഥകളിയിലെ വേഷങ്ങൾ ഓരോന്നും ഓർത്തു വെക്കുക. പച്ച, കത്തി, താടി, കരി, മിനുക്ക്. ഓക്കെ, നെക്സ്റ്റ്, കഥകളിയിലെ പ്രധാന പാട്ടുകാരൻ ഏത് പേരിലാണ് അറിയപ്പെടുന്നതെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. പൊന്നാനി എന്ന പേരിലാണ് കഥകളിയിലെ പാട്ടുകാരൻ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ അന്താരാഷ്ട്ര കഥകളി കേന്ദ്രം എവിടെയാണെന്ന് ചോദിക്കാം. എവിടെയാണ് അന്താരാഷ്ട്ര കഥകളി കേന്ദ്രം? ന്യൂഡൽഹിയിലാണ്. നെക്സ്റ്റ്, കഥകളി സംഗീതത്തിന്റെ കുലപതി എന്ന് പറയുന്നത് കലാമണ്ഡലം ഹൈദരാലിയാണ് കഥകളി സംഗീതത്തിന്റെ കുലപതി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് സാധാരണയായിട്ട് കഥകളിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ.